സാമുദായിക ജാതിക ചുറ്റുപാട് വിട്ട് കർത്താവിനെ സ്നേഹിച്ച് ഇറങ്ങി വന്ന നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി ചുവടുവെക്കാൻ നിന്നപ്പോൾ എല്ലാവരും എതിർത്തപ്പോൾ അതിന്റെ നടുവിൽ ഇത്രത്തോളം ഉറച്ചു നിൽക്കാൻ കൃപ തന്നവൻ നിങ്ങളെ വിട്ട് മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ തകരുന്നത് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളുടെ തകർച്ച കണ്ടുകെട്ട് മൗനമായി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഈ 2024 അവസാനവും വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പത്മോസേ, നീ ഒരുവനെയും പുറത്തു വിട്ടിട്ടില്ലല്ലേ? അവിടെ വന്ന ഒരുവനും ജീവനോടെ പുറത്തു പോയിട്ടില്ലല്ലേ? നിനക്ക് തെറ്റി. യോഹന്നാൻ പുറത്തു വരും. യോഹന്നാൻ കണ്ട വെളിപ്പാട് ഞങ്ങൾക്ക് എഴുതി തരും. കാരണം അവനെ ജീവിപ്പിക്കുന്നത് പത്മോസിന്റെ സാധ്യതകളല്ല, അവൻ ജീവിക്കുന്നത് പത്മോസിന്റെ സാധ്യതകളിലല്ല, അവൻ കേട്ട ഒരു ദൈവ ശബ്ദത്തിന്റെ മുമ്പിലാണ്. നീ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കും. സാധ്യതകളെ നോക്കി ജീവിക്കുന്നവരല്ല നമ്മൾ. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മുമ്പോട്ട് പോകാൻ വിളിച്ചവരല്ല നമ്മൾ. സാഹചര്യം എതിരായാലും ജീവിക്കും. നാമത്തിൽ അവൾ ജീവിക്കുന്നത് ഒന്ന് കാണട്ടെ, അവൾ മുമ്പോട്ട് പോകുന്ന ഒന്ന് കാണട്ടെ, എത്ര നാൾ ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ജീവിതം വഴിമുട്ടുമെന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിൽ ഇല്ല, വഴി തുറക്കുന്നത് നീ കാണാൻ യേശുവിന്റെ നാമത്തിൽ വഴി തുറക്കുന്നത് നിങ്ങൾ കാണാൻ പോകുക. കാരണം അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വേദനയോടെ നിസ്സഹായതയോടെ പ്രാർത്ഥനയ്ക്ക് കയറിയ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ 2025 ആദ്യ മാസങ്ങളിൽ തന്നെ ഈ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ അത് എന്റെ കുടുംബത്തോടുള്ള പ്രവചനമെന്ന് പറഞ്ഞ് ഒരാമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ ഇതിനകത്ത്